ഞാൻ ഡോക്ടർ ആർ അനിൽകുമാർ, സീനിയർ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ജോസ്കോ ഹോസ്പിറ്റലിൽ 16 വർഷമായി ജോലി ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഓർമ്മക്കുറവിനെയും അനുബന്ധിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളെയും കുറിച്ചാണ്. നമ്മളെല്ലാവരും ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ ദിവസം കൂടെ പ്രായമായി വരികയാണ്. അപ്പോൾ അതിന് അനുബന്ധിച്ച് നമ്മുടെ ഓർമ്മയും ചെറുതായിട്ട് കുറഞ്ഞു. പ്രത്യേകിച്ച് ഒരു 50-60 വയസ്സിന് മേലെയാണ് നമ്മളിത് കാണപ്പെടുന്നത്. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും മുത്തശ്ശന്മാരും ഒക്കെ കുറേ കാണാറുണ്ട്. അവർ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോഴും പലപ്പോഴും അവരുടെ വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതിനുള്ള പ്രധാന കാര്യം ഓർമ്മക്കുറവ് തന്നെയാണ്. ഇങ്ങനെയുള്ള മുത്തശ്ശിമാരെയോ നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അമ്മയ്ക്കോ അപ്പനോ ഇങ്ങനെ ഓർമ്മക്കുറവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് നമ്മളെക്കാളും നല്ല ഓർമ്മയാണ്, നമ്മളാണെല്ലാം മറന്നു, പക്ഷെ അമ്മയ്ക്കോ അപ്പനോ ഒക്കെ ഇങ്ങനെ നല്ല ഓർമ്മയാണെന്ന് പറയും. പക്ഷെ തെറ്റായ ധാരണയാണ്. അവർക്ക് പഴയ കാര്യങ്ങളെല്ലാം നല്ലപോലെ ഓർമ്മ കാണും. പക്ഷേ ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇമ്മീഡിയറ്റ് മെമ്മറി നമ്മൾ പറയും. അതായത് ഇന്ന് രാവിലെ എന്ത് കഴിച്ചെന്ന് ചോദിച്ചാൽ അവർ ഇപ്പോൾ കഞ്ഞിയാ കുടിച്ചെങ്കിൽ പറയും ദോശയാണെങ്കിൽ വേറെ വല്ലതും പറയും. അവർക്ക് ആ കാര്യങ്ങൾ വിട്ടുപോകും. പക്ഷേ ഇവരുടെ കുഞ്ഞുനാളിലുള്ള കാര്യങ്ങൾ, കല്യാണ സമയത്തുള്ള കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും അവർക്ക് കൃത്യമായി പറയാൻ കഴിയും. അപ്പോൾ ഇത് നമ്മുടെ പൊതുജനങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇവരുടെ ഇങ്ങനെ ഓർമ്മക്കുറവുള്ള ആൾക്കാർ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമുക്കൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോഴെന്താ കഴിച്ചെന്നുള്ളത് നമുക്ക് ചോദിച്ചാൽ അവർ തീർച്ചയായിട്ടും നമ്മളൊരു മറന്നു പോകും. സാധാരണ വയസ്സായ അച്ഛനും അമ്മയൊക്കെ മോൻ്റെ കൂടെ താമസിക്കുന്നു. പല വീടുകളിലും മക്കൾ വിദേശത്തായിരിക്കും, മരുമോളാണ് നോക്കുന്നത്, മരുമോളും കൊച്ചു പിള്ളേരും. ഈ ഓർമ്മക്കുറവ് കാരണം ചില ആൾക്കാർക്ക് എൻ്റെ ഒരു നല്ല അല്പം കൂടെ കൂടിയ സ്റ്റേജ് വരുമ്പോൾ ഇപ്പോഴും കഴിച്ചതുപോലും മറന്നു. അപ്പം വീണ്ടും ചോദിച്ചാൽ കഴിച്ച് മറന്നിട്ട് ഇപ്പം എനിക്ക് വീണ്ടും ഭക്ഷണം വേണമെന്ന് പറയും. ഒരു തവണ കൊടുക്കും, 2 തവണ കൊടുക്കും. ഇതിൽ കൂടുതൽ ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവർ കൊടുക്കാതിരിക്കും. അപ്പം അതിന് ഇവർ മുഴുവൻ പരാതിയാണ്. എന്നെ നോക്കുന്നില്ല, എന്നെ ഭക്ഷണം തരുന്നില്ല, പട്ടിണിക്കിടുകയാണ്, പരാതി പറയും. അപ്പോഴായിരിക്കും ഈ അമ്മയുടെ മോള് വീട്ടിൽ വരുന്നത്. മോള് വീട്ടിൽ വരുമ്പോൾ അമ്മ ഇവരോട് പറയുന്നത് എന്താണ്? നടിപുൾ എനിക്കൊന്നും ഭക്ഷണം തരുന്നില്ല. പിന്നെ വേണ്ടാത്ത കൂടെ പറയും, എന്നെ ഉപദ്രവിക്കുന്നുണ്ട്. പിന്നെ ടി വിയിൽ മമ്മൂട്ടിയോ മോഹൻലാലോ ഉണ്ടെങ്കിൽ എല്ലാം ഇവളെ കാണാൻ വരിക എന്നുള്ള രീതിയിൽ വളരെ മോശമായി സംസാരിക്കാൻ തോന്നും. അപ്പോഴും മോൾക്ക് വിഷമം വരില്ലേ? അപ്പോൾ അമ്മയെ നോക്കുന്നില്ല. എന്താ ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ നാത്തൂൻ്റെ അടുത്തും വഴക്കുണ്ടാക്കിയിട്ട് അമ്മയെ കൊണ്ട് അവർ വീട്ടിൽ പോകും. പക്ഷേ 2 ദിവസത്തിനകത്ത് ഒക്കുമെങ്കിൽ അവരൊരു വിമാനം പിടിച്ചു കൊണ്ടെല്ലാം തിരിച്ചിവിടെ കൊണ്ടുവിടും. അവിടെ ചെല്ലുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തായിരിക്കും അവർ പറയുന്നത്. അത് അമ്മയുടെ കുഴപ്പമല്ല, ആ വയസ്സായവരുടെ കുഴപ്പമല്ല, അത് അവരുടെ ഓർമ്മക്കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ 100% ഓർമ്മ മാറ്റാൻ പറ്റില്ല. പക്ഷെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഈ ബുദ്ധിമുട്ടുകൾ ഇവർക്ക് പിന്നെ ഉറക്കക്കുറവുണ്ടായിരിക്കും. പിന്നെ മൂത്രം ഒഴിക്കാൻ ബാത്റൂമിൽ കയറിയിട്ട് വെളിയിലിറങ്ങിയിട്ട് വെളിയിൽ നിന്ന് മൂത്രം ഒഴിക്കും. അപ്പോൾ വീട്ടുകാരെന്താ വിചാരിക്കുന്നത്? എനിക്കിട്ട് പണി തരാനാണ്. അങ്ങനെയല്ല, അവർ മറന്നു പോകുന്നുണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുളിക്കുന്നതും മൂത്രം ഒഴിക്കുന്നതും എല്ലാം ബെഡിൽ തന്നെയാണ്. എല്ലാം നടക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഇങ്ങനെ ചെയ്ത് കളയും. അപ്പോൾ വീട്ടുകാർക്ക് ഇപ്പോൾ സ്വന്തം മക്കളായാലും മരുമക്കളായാലും അവർ വിചാരിക്കുന്നത് നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം ചെയ്യുന്നതായിട്ടാണ് പറയും. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഇവർക്ക് ലൈംഗികമായിട്ടായിരിക്കും കൂടുതൽ സംസാരവും പറച്ചിലും. നമ്മൾ പത്രത്തിൽ കാണത്തില്ലേ, 70 വയസ്സുകാരൻ 5 വയസ്സുകാരെ പീഡിപ്പിക്കാൻ നോക്കി. പക്ഷെ അത് ഇവരറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല, അവർക്കെല്ലാം സ്ത്രീകളാണ്. കുറച്ച് കഴിഞ്ഞാൽ സ്വന്തം പേര് വരെ വരും. അത് ഏറ്റവും ലേറ്റ് സ്റ്റേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് 100% മാറ്റാൻ പറ്റില്ല. പക്ഷേ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവരെ കുറച്ച് രാത്രി ഉറക്കം കിട്ടാനും, പിന്നെ ചിലർ നല്ലപോലെ ചീത്ത വിളിക്കുന്നവരായിരിക്കും. ഒരിക്കലും ഇവിടെ ഒരു പള്ളിയിൽ അച്ഛനെ കൊണ്ടുവന്നു. അച്ഛൻ പറഞ്ഞാണ്, എൻ്റെ പറഞ്ഞു, ഡോക്ടറെ ഇതുവരെ അച്ഛൻ സാത്വികനായൊരു മനുഷ്യനാണ്, ഇപ്പോൾ വായി വരുന്ന ചീത്ത ഡിക്ഷണറി പോലും ഇല്ലാത്ത ചീത്തയാണെന്നാണ് പറയും. അവർ കേട്ടിട്ടില്ല, കുറിച്ച് അവർ ചിന്തിക്കാൻ പോലും മേലാത്തൊരവസ്ഥയായിരുന്നു. അത് ഈ ഓർമ്മക്കുറവിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. നമുക്കെല്ലാം ചീത്ത അറിയാം, പക്ഷെ നമ്മളാരും പറയുന്നില്ല. പക്ഷെ ഇതോടെ ഇവരുടെ ഇൻഹിബിഷൻ കംപ്ലീറ്റ് മാറും. അങ്ങനെ വരുന്ന കാര്യം. അപ്പം നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചാൽ
ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് അതാണ് നമുക്ക് എപ്പോഴും വേണ്ടത്. നമ്മൾ 100 വയസ്സുണ്ട ഒരു ദിവസം ജീവിച്ചാലും നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ മറ്റുള്ളവർക്കൂടെ ബുദ്ധിമുട്ട്. ഇതിൻ്റെ സാമൂഹികമായ പ്രശ്നം പറഞ്ഞുതരാം. കുറച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാം ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്, ഇവർക്ക് ഡ്രസ്സ് വേണ്ടെന്ന് ആവശ്യം വരില്ല. വീട്ടിലെ തുണി പോലും ഇല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി വെളിയിൽ പോകുന്നൊക്കെ സന്ദർഭങ്ങൾ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ മക്കളെ കൊച്ചുമക്കളുടെയൊക്കെ കല്യാണം ആലോചിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? പെണ്ണ് വീട്ടുകാർ ചെറുക്കൻ വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കും, ചെറുക്കൻ വീട്ടുകാർ പെണ്ണ് വീട്ടുകാരെ കുറിച്ച് അന്വേഷിക്കും. നമ്മുടെ അടുത്ത ബന്ധുക്കൾ തന്നെ പറയും അവിടെ അങ്ങനെ പറയാൻ പാടില്ല എന്നാലും പറയണ അങ്ങോട്ട് വേറെ കുഴപ്പമൊന്നുമില്ലെന്നേ പറയത്തുള്ളൂ. അപ്പം നമുക്ക് നല്ലൊരു കല്യാണം പോലെ, കൊച്ചുമക്കളുടെ കല്യാണം പോലെ ചിലപ്പോൾ നടക്കാൻ മേലാത്തൊരവസ്ഥ. അപ്പം ഇത് വീണ്ടും ഞാൻ പറയുകയാണ്, അത് 100% ചികിത്സിച്ച് മാറ്റാം. പക്ഷേ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കമില്ലായ്മ, അസന്ധ്യം പറച്ചില്ല, പിന്നെ വേണ്ടാത്ത കാര്യങ്ങൾ പറച്ചിൽ, വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്ത്ത, ഇതൊക്കെ നമുക്ക് മാറ്റാൻ കുറേയേറെ നമുക്ക് സാധിക്കാൻ പറ്റും. നമ്മളും നാളെ ഈ പ്രായമാവും നമ്മൾ വിചാരിക്കുക. അതുകൊണ്ട് നമ്മുടെ മാതാപിതാക്കളെ അല്ലെ നമ്മുടെ മുത്തച്ഛന്മാരെ മുത്തശ്ശിമാരെ ഇതിൽ നിന്നൊന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ നമ്മളെല്ലാവരും കൂട്ടായിട്ട് ശ്രമിക്കണം. അല്ലാതെ ഇവരുടെ ഒരു അസുഖമാണെന്ന് പലരും മനസ്സിലാക്കണം. എന്നാലേ നമുക്ക് നല്ലൊരു വയോജന ആരോഗ്യം, വൃദ്ധരുടെ ആരോഗ്യം നമുക്ക് സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ.